ഏകദേശം ഒരു 8 വർഷത്തിന് ശേഷമാണ് ഒരു തമിഴ്നാട് മീൽസ് കഴിക്കാൻ പോകുന്നത്. അതും കിസൈസിലുള്ള മന്ന മെസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പണ്ട് ചെന്നൈയിൽ വർക്ക് ചെയ്ത സമയത്തായിരുന്നു അവസാനമായിട്ട് നല്ലൊരു മീൽസ് കഴിച്ചത് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സീലിംഗ് ലൈറ്റ് ആണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈറ്റ്. അപ്പോൾ അതേ നമ്മുടെ മീൽസ് വന്നിട്ടുണ്ട്. ഈ റൈസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇത് നമ്മുടെ നാട്ടിൽ പൊന്നി എന്നൊക്കെയാണ് ഇതിനെ പറയണേ. ഇതിൻ്റെ കൂടെ വരുന്ന കറികൾ അല്ലാണ്ട് സെപ്പറേറ്റ് ഇവിടെ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. കൂടുതലും ഇവിടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് നോൺ വെജ് തന്നെയാണ് കേട്ടോ. ചോറിനകത്ത് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്ന ഒരു രീതി ഉണ്ട് ഇവർക്ക്. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് അത്രയും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് അധികം കഴിച്ചില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഓറഞ്ച് ഫ്ലേവറിലുള്ള ഒരു ഗോലി സോഡയായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഡെസേർട്ട്, ഇതിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ പായസം കുടിക്കണമല്ലോ. പക്ഷേ ഇവിടെ ചൂടായിട്ടുള്ള പായസമല്ല, ഇതുപോലെ തണുപ്പിച്ച പായസമായിരുന്നു കേട്ടോ. ഈ ഒരു പായസം നമുക്ക് ഇലയിൽ വെച്ചൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം അതിനുള്ള ഒരു തിക്നെസ് ഒന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ. പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കരിക്ക് ഫ്ലേവറിലുള്ള ഒരു പായസമായിരുന്നു കേട്ടോ അത്. എനിക്കിവിടെ കുറച്ച് തമിഴ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് മീൽസ് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവസാനം നമ്മളൊരു 4 പേര് കൂടെ ഭക്ഷണം കഴിച്ചിട്ട് വന്നൊരു ബില്ലെന്ന് പറയണത് ഈ കാണുന്നതാണ് കേട്ടോ. കുറേ മലയാളികൾക്ക് ഇവരുടെ ഈ ഒരു ടൈപ്പ് ഓഫ് മീൽസ് കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു വട്ടെങ്കിലും ഈ ഒരു ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ ഞാൻ പറയുള്ളൂ കേട്ടോ.